പശ്ചിമേഷ്യയെ കത്തിച്ചു ചാരമാക്കാൻ ഇറാൻ. ആയുധപ്പൂരകളെ തീ കത്തിച്ചു ചോരക്കളമാക്കുമെന്ന് ഇറാൻ സംഘർഷങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയുടെ സുരക്ഷാ രംഗത്ത് നാടകീയമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇറാൻ സംഘർഷങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയുടെ സുരക്ഷാ രംഗത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയപ്പെടുന്നത് പ്രവചിക്കാൻ കഴിയാത്തതാണ്. ഇറാനുമായിട്ടുള്ള സംഘർഷങ്ങൾ മേഖലയിൽ പുതിയൊരു ആണവ ആയുധ മത്സരത്തിന് കളമൊരുക്കുന്ന ആശങ്ക അത് ശക്തമാവുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ തങ്ങളുടെ സിവിലിയൻ ആണവ മോഹങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും തുർക്കി F-35 യുദ്ധവിമാന പദ്ധതിയിലേക്ക് തിരികെ പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിലവിലുള്ള ശക്തി സന്തുലിതാവസ്ഥ മാറിയതോടെ പ്രാദേശിക ശക്തികളെല്ലാം തങ്ങളുടെ സൈനിക തന്ത്രങ്ങളും പ്രതിരോധ ശേഷികളും അതിവേഗം പുനഃപരിശോധിക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി തന്ത്രപരമായിട്ടുള്ള ബന്ധം ആഴത്തിലാക്കുന്നതിനൊപ്പം പാകിസ്ഥാനുമായി അടുത്ത പ്രതിരോധ സഹകരണം അത് നിലനിർത്താനാണ് സൗദി അറേബ്യ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതേസമയം 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററുകളിലേക്കുള്ള പ്രവേശനം വീണ്ടും നേടിയെടുക്കുവാനാണ് തുർക്കിയുടെ ഇപ്പോഴത്തെ നീക്കമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വലിയ മാറ്റങ്ങൾക്കിടയിലും ഇസ്രായേൽ തങ്ങളുടെ ദീർഘകാല ആണവ അവ്യക്തതാ നയത്തിന് കീഴിൽ ഈ മേഖലയിലെ ഏറ്റവും നൂതനമായിട്ടുള്ള സൈനിക ശക്തികളിൽ ഒന്ന് തുടർച്ചയായി നിലനിർത്തുന്നു. ഇറാൻ യുദ്ധവും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളുമൊക്കെ പശ്ചിമേഷ്യയെ പുതിയൊരു രാഷ്ട്രീയ സൈനിക അസ്ഥിരതയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. വരും കാലങ്ങളിൽ ലോകരാഷ്ട്രങ്ങളുടെ തന്നെ സമാധാനത്തെ ബാധിച്ചേക്കാവുന്ന ഈ നിർണായകമായിട്ടുള്ള ആയുധ ശേഖരണങ്ങളും തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ സുപ്രധാന ധമനിയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിക്കൊണ്ട് അതീവ ഗൗരവകരമായിട്ടുള്ള അപകടം സംഭവിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇറാൻ നിശ്ചയിച്ച നാവിഗേഷൻ റൂട്ടിന് പുറത്തുകൂടി സഞ്ചരിച്ച ഒരു എണ്ണ ടാങ്കർ നാവിക മൈനിൽ ഇടിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അത് പൊട്ടിത്തെറിക്കുകയുണ്ടായി. എങ്കിലും ഈ സ്ഫോടനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സ്ഫോടനം ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഇറാൻ അധികൃതർ ഇതുവരെ അധികമായിട്ട് യാതൊരുവിധ പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല എന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ അനധികൃതമായിട്ട് തെക്കൻ പാതയിലൂടെ കടന്നു പോകാൻ 3 എണ്ണ ടാങ്കറുകൾ ശ്രമിച്ചതായിട്ട് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ ഒരു സ്ഫോടനം ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ IRGCയുടെ കണക്കനുസരിച്ചിട്ട് ഈ റൂട്ടിൽ സഞ്ചരിച്ച ഒരു ടാങ്കറിലാണ് സ്ഫോടക വസ്തു ഇടിച്ച് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടായത്, തീപിടുത്തമുണ്ടായത്. തുടർന്ന് അപകട മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് മറ്റ് 2 ടാങ്കറുകളും തിരിച്ചു പോവുകയായിരുന്നു. ഇറാനിയൻ അധികൃതരുമായിട്ട് യാതൊരുവിധ ഏകോപനവുമില്ലാതെ ഈ ജലപാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് വരും ദിവസങ്ങളിലും ഇതേ വിധി നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് IRGC ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന ഈ പുതിയ സംഭവ വികാസം മിഡിൽ ഈസ്റ്റിലെ സമുദ്രപാതകളിലെ സംഘർഷം അതിൻ്റെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണവും മുന്നറിയിപ്പുകളും ആഗോള വിപണിയിലെ തന്നെ ഏറ്റവും വലിയ ചലനങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്ക വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ അത് പശ്ചിമേഷ്യയിലുടനീളം കൂടുതൽ വ്യാപകമായിട്ടുള്ള പ്രാദേശിക സംഘർഷത്തിന് കാരണമാകുമെന്ന് തന്നെയാണ് ഇറാൻ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിന് തൊട്ടു മുമ്പുള്ള ഒരു മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന വ്യോമാക്രമണങ്ങൾ അത് തുടർന്നാൽ ഈ യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ഒപ്പം തന്നെ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും ഇറാൻ ഔദ്യോഗികമായിട്ട് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മേഖലയിലെ സമാധാനാന്തരീക്ഷം വീണ്ടും തകരുന്ന രീതിയിലുള്ള ഈ നീക്കങ്ങൾക്കെതിരെയാണ് ഈ കടുത്ത പ്രതിരോധം. അപ്പോൾ ഇതിനിടയിൽ യമനിൽ ഹൂതി വിമതർ എന്ന് പറയപ്പെടുന്നത് സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട എണ്ണ കമ്പനിയായിട്ടുള്ള സൗദി അറാംകോയുടെ ജസാനിലെയും യാൻബുവിലെയും കേന്ദ്രങ്ങൾക്കെതിരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബാബൽ മണ്ടേബ് കടലിടുക്കിൻ്റെയും ആഗോള എണ്ണ വിതരണത്തിൻ്റെയും സുരക്ഷയെ ഈ സംഘർഷങ്ങൾ ഗുരുതരമായിട്ട് ബാധിക്കുകയാണ്. സൈനിക നടപടികൾക്കും വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്കും അപ്പുറം നയതന്ത്ര ചർച്ചകളാണ് മുന്നോട്ടുള്ള ഒരേ ഒരു മാർഗമെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അമേരിക്കയും ഇസ്രായേലും സൗദി അറേബ്യയും ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അനുദിനം മൂർച്ഛിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സംഭവവികാസങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ ഊർജ്ജ പ്രതിസന്ധിക്കും സുരക്ഷാ ആശങ്കകൾക്കുമൊക്കെ വഴിവെച്ചിട്ടുണ്ട്. ഇരുപക്ഷവും ഇങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഈ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഈ മേഖല കൂടുതൽ വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോക രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. പശ്ചിമേഷ്യയെ കത്തിച്ച് ചാരമാക്കാൻ ഇറാനും ആയുധപ്പുരകളെ തീകത്തി ചോരക്കളമാക്കാൻ ഇറാൻ്റെ പടയും തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.